ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. മൂലേപ്പാടത്തും വെട്ടേക്കോടും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. ടാപ്പിംഗ് തൊഴിലാളിയായ കുമ്മണ്ണൂർ സണ്ണിയുടെ കൈവിരലിന് പരിക്കേറ്റു. ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ ഇടതടവില്ലാതെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. മൂലേപ്പാടത്തിറങ്ങിയ കാട്ടാന പാറപ്പുറം അപ്പച്ചന്റെ കൃഷിയിടത്തിലാണ് വ്യാപകനാശം വിതച്ചത്. മുറ്റത്തെത്തിയ കാട്ടാനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പടക്കം പൊട്ടിയതിനെ തുടർന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ കുമ്മണ്ണൂർ സണ്ണിയുടെ കൈവിരലിനാണ് കാര്യമായി പരിക്കേറ്റത്. ആരെയും മുന്നിൽ കണ്ടതോടെ പെട്ടെന്ന് പടക്കം കത്തിക്കുന്നതിനിടയിലാണ് പരിക്കേറ്റതെന്ന് സണ്ണി പറഞ്ഞു. വേട്ടേക്കോടിറങ്ങിയ മൂന്നംഗ കാട്ടാനക്കൂട്ടം വലിയ തോതിലാണ് കൃഷി നശിപ്പിച്ചത്. 2 ഏക്കർ സ്ഥലത്ത് പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന വേട്ടേക്കോട് തിരുവമ്പാടി മേലതിൽ ഗോപാലകൃഷ്ണന്റെ 100-ലേറെ നേന്ത്രവാഴകളും 200-ലേറെ കപ്പകളും നശിപ്പിച്ചു. തണ്ണിപ്പോയിൽ അബ്ദുൽ കരീമിന്റെ 25ഓളം വാഴകളും 50-ലേറെ കപ്പകളും കമുങ്ങുകളും നശിപ്പിച്ചു. മാളിയേക്കൽ നാരായണിയുടെ 100-ലേറെ മൈസൂർ പൂവൻ വാഴകളും നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കാട്ടാന ശല്യം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് കർഷകർ പറയുന്നു. സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലിലാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹീൽ അകമ്പാടം പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.